ആറന്മുള ഉത്രട്ടാതി ജലമേള നാളെ പമ്പയാറ്റിൽ നടക്കും. നെഹ്റു ട്രോഫി മാതൃകയിൽ സെമിഫൈനൽ ഒഴിവാക്കി കുറഞ്ഞ സമയത്തിൽ മുന്നിലെത്തുന്നവരെ പങ്കെടുപ്പിച്ചാണ് ഇത്തവണ ഫൈനൽ നടക്കുക. മത്സരവീര്യത്തിനും പ്രാധാന്യം നൽകി മാറ്റങ്ങളോടെയാണ് ഇത്തവണ ആറന്മുള ഉത്രട്ടാതി ജലമേള നടക്കുക. മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന പള്ളിയോടങ്ങളിൽ ഏറ്റവും കുറഞ്ഞ വേഗത്തിൽ ഫിനിഷിംഗ് പോയിന്റിലെത്തുന്ന 4 പള്ളിയോടങ്ങൾ ഫൈനലിൽ പങ്കെടുക്കും. എ ബാച്ചിലും ബി ബാച്ചിലുമായാണ് മത്സരം. വലിപ്പം കൂടിയ പള്ളിയോടങ്ങളാണ് എ ബാച്ച്. ആദ്യമായാണ് ആറന്മുളയിൽ നെഹ്റു ട്രോഫി മാതൃകയിൽ സമയക്രമത്തിൽ മാറ്റം വരുത്തിയിരിക്കുന്നത്. ഇക്കുറി നമ്മുടെ നെഹ്റു ട്രോഫി മാതൃകയിലുള്ള ടൈമിംഗ്, ആധുനിക രീതിയിലുള്ള ടൈമിംഗ് സിസ്റ്റത്തിലാണ് ഇപ്രാവശ്യം വള്ളംകളി നടത്തുന്നത്. അതുകൊണ്ട് നമുക്ക് സെമി ഫൈനല് അല്ലെ അങ്ങനെയുള്ള ഫൈനലുകളില്ല. 35 എ ബാച്ച് പള്ളിയോടങ്ങൾ തുഴഞ്ഞു വന്നതിന് ശേഷം ഏറ്റവും കുറഞ്ഞ സമയത്തിൽ ഫിനിഷ് ചെയ്യുന്ന 4 പള്ളിയോടങ്ങളെ ഫൈനലിലേക്കും 5 മുതൽ 8 വരെയുള്ള 4 പള്ളിയോടങ്ങളെ ലൂസേഴ്സ് ഫൈനലിലേക്കുമായി നമ്മളത് ക്രമീകരിച്ചിട്ടുണ്ട്. സത്രക്കടവിൽ നിന്നും പരപ്പുഴക്കടവ് വരെ ജലഘോഷയാത്രയും പരപ്പുഴക്കടവ് മുതൽ സത്രക്കടവ് വരെ മത്സരവള്ളംകളിയും നടക്കും. എ ബാച്ചിൽ 35 പള്ളിയോടങ്ങളും ബി ബാച്ചിൽ 17 പള്ളിയോടങ്ങളുമാണ് പങ്കെടുക്കുക. ജലമേളയിൽ കേന്ദ്രമന്ത്രിമാർ, സംസ്ഥാന മന്ത്രിമാർ, കലാകായിക, മത സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ പങ്കെടുക്കും. കൈരളി ന്യൂസ്, പത്തനംതിട്ട.